നമസ്കാരം. പതിരേണു ഹെൽത്ത് ആൻഡ് വെൽനസിലേക്ക് സ്വാഗതം. മാനസിക സമ്മർദ്ദങ്ങളും ആകുലതകളും, അതായത് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, പരിഹരിക്കുന്നതിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പിയിലെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് എന്ന പ്രക്രിയയുടെ പങ്കിനെക്കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. മനഃശാസ്ത്ര ഗവേഷണത്തിന്റെ ഭാഗമായി ശ്രീമതി രേണുക ദേവി തയ്യാറാക്കി 2026 ഫെബ്രുവരിയിലെ ഇന്റർനാഷണൽ ജേർണൽ ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് സയൻസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജിയിൽ പ്രസിദ്ധീകരിച്ച റോൾ ഓഫ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് ഇൻ CBT ഫോർ ആങ്സൈറ്റി ട്രീറ്റ്മെന്റ് എന്ന ഗവേഷണ ലേഖനത്തെ ആസ്പദമാക്കിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ തെറ്റായ ചിന്താഗതികളെ തിരിച്ചറിഞ്ഞ് അവ മാറ്റിയെടുക്കുന്നതിലൂടെ എങ്ങനെ ആങ്സൈറ്റി കുറയ്ക്കാം എന്നതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വശങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമ്മുടെയൊക്കെ മനസ്സിനുള്ളിൽ എപ്പോഴും ഒരു ശബ്ദം കേൾക്കാറില്ലേ? ഒരു ഉത്കണ്ഠയുടെ ശബ്ദം. ഇനിയിപ്പോ എല്ലാം കുഴപ്പമാകുമോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ചിന്ത. അങ്ങനെയുണ്ടെങ്കിൽ ആ ചിന്തകളെ നമുക്ക് തന്നെ നിയന്ത്രിക്കാനും എന്തിന് മാറ്റിയെടുക്കാൻ വരെ പറ്റുന്ന ഒരു അടിപൊളി ടെക്നിക്കിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിൽ നിന്നുള്ള ഒരു ടെക്നിക്ക്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഉത്കണ്ഠയ്ക്ക് ശക്തി കൊടുക്കുന്ന നമ്മുടെ ചിന്തകളെ തന്നെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റിയാലോ? അതായത് ഉത്കണ്ഠ എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന എന്തോ ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നതെങ്കിൽ അതിനെ പൂട്ടാനുള്ള താക്കോലും നമ്മുടെ കയ്യിൽ തന്നെ കാണില്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലോകത്തെ ഉണ്ടാക്കുന്നത് എന്നൊരു വലിയ ആശയമാണ് ഇതിന് പിന്നിലുള്ളത്. സത്യം പറഞ്ഞാല് നമ്മളിൽ പലരും ഈ അഞ്ജലിയെ പോലെയാണല്ലേ? പുറമേ നോക്കുമ്പോൾ ഒരു പക്ഷെ ശാന്തമായിരിക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തകളുടെ ഒരു കൊടുങ്കാറ്റ് തന്നെയായിരിക്കും. നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായി മനസ്സിലേക്ക് വരുന്ന ഈ ചിന്തകളില്ലേ, അതുതന്നെയാണ് പലപ്പോഴും ഉത്കണ്ഠയുടെ യഥാർത്ഥ കാരണം. അപ്പോൾ ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് മാറ്റത്തിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഉത്കണ്ഠയുടെ ആന്തരിക ശബ്ദം അതെവിടെ നിന്നാണ് വരുന്നത്? കോഗ്നിറ്റീവ് സിദ്ധാന്തം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ തലയ്ക്കുള്ളിൽ നടക്കുന്ന ഈ സംഭാഷണത്തിന്റെ തുടക്കം എവിടെയാണ്? ഇവിടെയാണ് CBT, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുടെ റോൾ വരുന്നത്. ഇതിനെ ഒരുതരം മനസ്സിന്റെ എഞ്ചിനീയറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും ഫീലിംഗ്സും പ്രവൃത്തികളും തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഈ ഒരു ആശയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് എന്നതിന്റെ ബേസ്. ഇതാണ് CBTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്നത് ആ മറുപടി കിട്ടാത്തതുകൊണ്ടല്ല, മറിച്ച് അവരെന്നെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ സംഭവങ്ങളല്ല, ആ സംഭവങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഫീലിംഗ്സിനെയും പ്രവൃത്തികളെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോ ഈ ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ വികാരങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തുന്നത്? വെറുതെ ഒരു ചിന്ത വരുന്നു, ഫീലിംഗ് മാറുന്നു, അങ്ങനെയല്ല. ഇതിന് പല ലെയറുകളുണ്ട്. നമുക്കതൊന്ന് അയച്ചു നോക്കാമല്ലേ? പ്രശസ്ത സൈക്കോളജിസ്റ്റായ ആരൻ ബെക്ക് പറയുന്നത് നമ്മുടെ ചിന്തകൾ ഒരു ഉള്ളി പോലെയാണെന്നാണ്. പല പല പാളികൾ. ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ, നമ്മളെക്കുറിച്ച് തന്നെയുള്ള നമ്മുടെ ധാരണ. ഉദാഹരണത്തിന്, എനിക്ക് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ പോരാ എന്നൊക്കെയുള്ളൊരു തോന്നൽ. ഇനി അതിൽ നിന്നാണ് അടുത്ത പാളി വരുന്നത്. അതായത് ഞാൻ ചെയ്യുന്നതെന്നും പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോകും എന്ന പോലത്തെ ചില റൂൾസ്. ഈ രണ്ട് പാളികളും ചേരുമ്പോഴാണ് മൂന്നാമത്തെ പാളിയായ ഓട്ടോമാറ്റിക് ചിന്തകൾ പുറത്തേക്ക് വരുന്നത്. അയ്യോ, ഞാനിത് കുളമാക്കും എന്നൊക്കെ നമ്മൾ അറിയാതെ തന്നെ ചിന്തിച്ചു പോകുന്നത് അങ്ങനെയാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഈ ഉള്ളി പോലെ ലെയറുകളായി കിടക്കുന്ന ചിന്തകളെ നമുക്ക് മാറ്റാൻ പറ്റുമോ? പറ്റും. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂൾ കിറ്റാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ്. ശരി, അപ്പോൾ ഈ ചിന്തകളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് നമുക്ക് നോക്കാം. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത് ഒരു തരം ഡിറ്റക്റ്റീവ് പണി പോലെയാണ്. നമ്മുടെ മനസ്സിനുള്ളിലെ ഒരു ഡിറ്റക്റ്റീവ്. ആദ്യത്തെ ജോലി ഉത്കണ്ഠയുണ്ടാക്കുന്ന ചിന്ത ഏതാണെന്ന് കണ്ടെത്തുക. അത് കഴിഞ്ഞാല് ആ ചിന്തയെ ചോദ്യം ചെയ്യണം, ഇതിൽ വല്ല സത്യമോ എന്ന്. അവസാനം ആ നെഗറ്റീവ് ചിന്തയെ മാറ്റി പകരം കുറച്ചുകൂടി റിയലിസ്റ്റിക്കായ, ഹെൽത്തിയായ ഒരു ചിന്തയെ അവിടെ സ്ഥാപിക്കണം. ഇതൊരു തരം മെന്റൽ വർക്കൗട്ടാണെന്ന് പറയാം. ഇതൊരു 4 സ്റ്റെപ്പ് പ്രോസസ്സാണ്. സ്റ്റെപ്പ് 1, നിങ്ങളുടെ ഉത്കണ്ഠയുണ്ടാക്കുന്ന ചിന്തകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. സ്റ്റെപ്പ് 2, ഈ ചിന്തയെ ഒരു കോടതിയിൽ നിർത്തുന്നതുപോലെ സങ്കൽപ്പിക്കുക. എന്നിട്ട് ചോദ്യം ചെയ്യുക, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് തെളിവുണ്ട്, ഇതിനെതിരായി എന്ത് തെളിവുണ്ട്. സ്റ്റെപ്പ് 3, ആ സാഹചര്യത്തിന് വേറെ എന്തെങ്കിലും വിശദീകരണങ്ങൾ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചു നോക്കുക.
ഇനി 4ാമത്തെ സ്റ്റെപ്പ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ പേടിയെ ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചെറിയ രീതിയിൽ യഥാർത്ഥ ജീവിതത്തിൽ പരീക്ഷിച്ച് നിങ്ങൾ പേടിക്കുന്നതുപോലെ സംഭവിക്കുന്നുണ്ടോ എന്ന് സ്വയം കണ്ടെത്തുക. മാറ്റം വരുന്നത് എങ്ങനെയെന്ന് നോക്കൂ. ഞാൻ സ്റ്റേജിൽ കയറിയാൽ എല്ലാവരും എന്നെ കളിയാക്കും എന്നൊരു പേടിപ്പെടുത്തുന്ന ചിന്ത, അതിനെ നമ്മൾ മാറ്റിയെഴുതുകയാണ്. എങ്ങനെ? സ്റ്റേജിൽ സംസാരിക്കുന്നത് ഒരു വെല്ലുവിളിയാണ്, ശരിയാണ്, പക്ഷെ ഞാൻ അതിനുവേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്, എനിക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന യാഥാർത്ഥ്യബോധമുള്ള ഒരു ചിന്തയാക്കി മാറ്റുന്നു. ഇതാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിന്റെ പവർ. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് വർക്കാകുമോ? ഇതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? ശാസ്ത്രം എന്താണിതിനെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ധാരാളം പഠനങ്ങൾ ഇതിന്റെ റിസൾട്ട്സ് തെളിയിച്ചിട്ടുള്ളതാണ്. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, സോഷ്യൽ ആൻസൈറ്റി, പാനിക് ഡിസോർഡർ, അങ്ങനെ പലതരത്തിലുള്ള ഉത്കണ്ഠ പ്രശ്നങ്ങൾക്കും കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് വളരെ എഫക്റ്റീവ് ആണെന്ന് വ്യക്തമായ തെളിവുകളുണ്ട്. അപ്പോൾ ഇതൊരു വെറും തിയറിയല്ല, മറിച്ച് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു ചികിത്സാരീതി തന്നെയാണ്. ഈയൊരു കണക്ക് നോക്കൂ, 65%. ഒരു പ്രധാനപ്പെട്ട പഠനത്തിൽ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടായിരുന്നവരിൽ 65% പേർക്ക് രോഗമുക്തിയുണ്ടായി. അതിന്റെ അർത്ഥമെന്താ? ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഈ ചികിത്സയുടെ യഥാർത്ഥ വിജയം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചതിന്റെ എല്ലാം ചുരുക്കം ഇതാണ്. നമ്മുടെ റിയാലിറ്റിയെ, നമ്മുടെ യാഥാർത്ഥ്യത്തെ മാറ്റിയെഴുതാനുള്ളൊരു ശക്തി നമ്മുടെ ചിന്തകൾക്ക് തന്നെയുണ്ട്. നമ്മൾ ആദ്യം കണ്ട അഞ്ജലിയെ ഓർമ്മയില്ലേ? അവളുടെ ഇപ്പോഴത്തെ മാറ്റമൊന്നു നോക്കൂ. ആ ചിന്തകളുടെ കെട്ടുകളൊക്കെ അഴിഞ്ഞ് മുന്നോട്ടു പോകാൻ വ്യക്തമായൊരു വഴി തെളിഞ്ഞിരിക്കുന്നു. ഇത് നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചിന്തകളെ ചോദ്യം ചെയ്യാനും അതിനെ മാറ്റിയെഴുതാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. തീർച്ചയായും അത് നമ്മളെ കൂടുതൽ സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കും. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി. നിങ്ങളുടെ ചിന്തകൾക്ക് ഒരുപാട് ശക്തിയുണ്ട്, സമ്മതിച്ചു. പക്ഷേ ആ ചിന്തകളെല്ലാം എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. അപ്പോൾ ആ ചിന്തകളെ ചോദ്യം ചെയ്യാനും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റി എഴുതാനും നിങ്ങൾ തയ്യാറാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം.